ഹായ് പ്രിയപ്പെട്ടവരെ, നെറ്റിയിൽ ചാരം പൂശി കത്തോലിക്ക വിശ്വാസികൾ പ്രായശ്ചിത്ത പ്രവൃത്തികളിലേക്ക്, നോമ്പിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കുരിശ് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നെറ്റിയിൽ പൂശാൻ ഉപയോഗിക്കുന്ന ചാരം അഥവാ ഭസ്മം തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധയില്ലെങ്കിൽ വലിയ തിന്മയുടെ സ്വാധീനം കടന്നു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ നമ്മുടെ പുരോഹിതർക്ക് പറ്റുന്ന ചില വീഴ്ചകൾ ചിലയിടങ്ങളിലെങ്കിലും വളരെയേറെ തിന്മയുടെ സ്വാധീനം വിശ്വാസി സമൂഹത്തിൽ വരുത്തി വെച്ചിട്ടുണ്ട്. വിവേകപൂർവമായ ഒരു ശ്രദ്ധ നിങ്ങളുടെ മേലെ വരാനിടയുള്ള ഒരു ദുഷ്ടസ്വാധീനം ഒഴിവാക്കും എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എനിക്കിങ്ങനെയുള്ള വ്യക്തമായ അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. 2015 കോഴിക്കോട് ജില്ലയിലുള്ള കോടഞ്ചേരിയിൽ താമസിക്കുമ്പോഴാണ് ഒരു ദിവസം കടയിൽ പെട്ട് വരുന്ന കപ്പിയാരെ കണ്ടപ്പോൾ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പൂജാ സ്റ്റോറിൽ പോയതാണ്, നാളത്തേക്കുള്ള ഭസ്മം മേടിക്കാനാണെന്ന് പറഞ്ഞു. എനിക്കത്ര വിശ്വാസം വന്നില്ല. ഈ കപ്പിയാർ ഭസ്മം വാങ്ങാൻ പോയിരിക്കാൻ സാധ്യതയുള്ള പൂജാ സ്റ്റോറിൽ ചെന്ന് ഞാൻ ചോദിച്ചു, പള്ളിയിലേക്ക് പതിവായി കൊണ്ടുപോകാറുള്ള ഭസ്മം കാണിക്കാമോ, ഏത് കമ്പനിയാണെന്ന് ചോദിച്ചു. അയാൾ എന്നെ കാണിച്ചിട്ട് ഇതാണ് പതിവായിട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചില രഹസ്യങ്ങൾ അറിയാൻ വെറുതെ ഒരു വാക്ക് ചോദിച്ചു. ഈ മാർക്കറ്റിൽ കിട്ടുന്ന ഇത്തരം ഭസ്മങ്ങൾക്ക് ശക്തി പോരാ, കുറച്ച് മായമൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പതിവായിട്ട് സ്വാമിമാരും ഹൈന്ദവ വിശ്വാസികളും ശരിക്കും ഫലമെടുക്കുന്നതാണ് കൃത്യമായ കർമ്മവിധികളോടെ മന്ത്രോച്ചാരണങ്ങളോടെ ഹോമകുണ്ഡത്തിൽ നിർമ്മിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. ഇതറിഞ്ഞതുകൊണ്ട് പിറ്റേന്ന് നെറ്റിയിൽ ഭസ്മം തേക്കാൻ, കുരിശ് വരയ്ക്കാൻ ഞാൻ ലൈനിൽ നിന്നില്ല. എൻ്റെ കുടുംബത്തിലുള്ള ആരെയും ഞാൻ വിട്ടില്ല. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, വെഞ്ചരിച്ചല്ലേ ഉപയോഗിക്കുന്നത്, പരസ്യമായി വെഞ്ചരിച്ചല്ലേ ഉപയോഗിക്കുന്നത്, അത് ദോഷമുണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ടില്ലേ എന്ന് ചിന്തിക്കും. എന്നാൽ നമ്മൾ സാധാരണ ചിത്രങ്ങളോ എന്തെങ്കിലും പദാർത്ഥങ്ങളോ വെഞ്ചരിക്കുന്നത് പ്രത്യേക തിന്മയുടെ സ്വാധീനമൊന്നും ഇല്ലാത്ത സ്വാഭാവികമായ ആ സാധനം വിശദീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അടിസ്ഥാനപരമായി മറ്റൊരു മതവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളും മന്ത്രോച്ചാരണങ്ങളുമൊക്കെ ചെയ്ത അതുവഴിയുള്ള ദേവന്മാരുടെ സ്വാധീനമൊക്കെ വന്ന ഒരു വസ്തു സാധാരണ വെഞ്ചരിപ്പ് കൊണ്ട് വിശദീകരിക്കപ്പെടില്ല എന്ന് മനസ്സിലാക്കണം. അത്തരം സ്വാധീനമുള്ളവ പ്രത്യേക ബഹിഷ്കരണ പ്രവർത്തനമൊക്കെ ചെയ്യുകയാണ് സാധാരണ കൈകാര്യം ചെയ്യേണ്ടത്. അതും അബദ്ധവശാൽ വരുന്ന തിന്മയുടെ സാധനങ്ങൾ ബഹിഷ്കരിക്കപ്പെടുന്നതാണ്. അറിഞ്ഞുകൊണ്ട് ഇന്ന ദേവന്മാരുടെ സ്വാധീനമുള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട് വാങ്ങിയിട്ട് വെഞ്ചരിച്ചാലോ ബഹിഷ്കരണ പ്രവർത്തനം ചെല്ലിയാലോ അതുകൊണ്ട് പ്രയോജനമുണ്ടോ? അപ്പോൾ ഇതൊന്നും അറിയാതെ നാം ഒരു തരത്തിൽ കബളിപ്പിക്കപ്പെടുന്നൊരു സ്ഥിതിയുണ്ട്. ഇനി എനിക്കൊരു അനുഭവം ഉണ്ടായി എന്ന് കരുതി മറ്റു രൂപതകളിലോ മറ്റു പള്ളികളിലോ എങ്ങും അങ്ങനെ ഇല്ല എന്നും വിചാരിക്കരുത്. മറ്റൊരു സിസ്റ്ററോട് ഞാൻ ചോദിച്ചത് കേൾക്കുക. താമരശ്ശേരി ബിഷപ്പ് ഈ വിഭൂതിക്ക് നെറ്റിയെ പൂശുന്ന ചാരം ഭസ്മം, അതിന്റെ ടിന്നുകളിൽ കിട്ടുന്നത് നമ്മുടെ താമരശ്ശേരിയിൽ എവിടെയാണ് കിട്ടുക? അറിയില്ല. അപ്പൊ അവിടെ നമുക്ക് രൂപതയുടെ ഇതിനൊരു സ്ഥാപനമില്ലേ, കൊന്തയും കുരിശും ബുക്സൊക്കെ വിൽക്കുന്ന സ്ഥാപനമില്ലേ നമുക്ക് രൂപതയ്ക്ക്? അതിനകത്തില്ല, വിഭൂതിയുടെ കൊണ്ടുവച്ചിട്ടില്ല. ഓ, അപ്പൊ പിന്നെ ഇത് എല്ലാ പള്ളികളും ഉണ്ടാക്കുകയാണോ? ചില പള്ളികൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കും. ഈ പൂജാ സ്റ്റോളുകൾ പോലത്തെ സ്ഥലത്തുനിന്ന് മേടിച്ചിട്ട് നമ്മൾ വെഞ്ചരിച്ചല്ലോ ഉപയോഗിക്കുന്നത്. ഈ പൂജാ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങാതെ നമുക്ക് സപ്ലൈ അങ്ങനെയുള്ളതല്ല? അതുണ്ടോ, കടയുണ്ടോന്ന് എനിക്ക് അറിയില്ല. നമുക്ക് ഇവിടെ എന്തായാലും ഇല്ല. ഓക്കെ, താങ്ക് യു. ചിലയിടങ്ങളിലൊക്കെ ഇത് പൂജാ സ്റ്റോറിൽ പോയി വാങ്ങേണ്ടതല്ല, കൊന്തയും കുരിശുമൊക്കെ വിൽക്കുന്ന നമ്മുടെ പയസ് ആർട്ടിക്കിൾസ് വിൽക്കുന്ന കടകളിൽ വേണ്ടി വെച്ചിട്ടുണ്ട്, അവിടെ പോയി വാങ്ങാറുണ്ട് ചിലർ. അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് ചിലർ വിചാരിക്കുന്നു. എന്നാൽ അവിടെ ഉൽപ്പാദനം എവിടെയാണ്? അവിടെ രൂപതാസ്ഥാനത്ത് എവിടെയും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതല്ല. ശബരിഗിരി കമ്പനിയുടേതോ ഇഷ കമ്പനിയുടേതോ ഹൈന്ദവ ആശ്രമങ്ങളിലെയോ ക്ഷേത്രങ്ങളിലെയോ ഒക്കെ ഉൽപ്പന്നങ്ങളാണ്. അത് ഒന്നിച്ചവിടെ കൊണ്ട് വാങ്ങി വെച്ചിട്ട് നമ്മുടെ പയസ് ആർട്ടിക്കിൾസ് വിൽക്കുന്ന നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിയതാണ് എന്നതിൻ്റെ ഗുണം പ്രത്യേകിച്ചുണ്ടോ? ഒന്നുമില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പയസ് ആർട്ടിക്കിൾസ് ഒക്കെ വിൽക്കുന്ന സിസ്റ്റേഴ്സിനോട് ചോദിച്ചിട്ടുണ്ട് പലരോടും, അവിടെ ഉണ്ടോ എന്നുള്ളത്. സിസ്റ്റർ, നമുക്ക് അവിടെ ഈ പള്ളികളിലേക്ക് കൊടുക്കുന്ന വിഭൂതിക്ക് ഉപയോഗിക്കേണ്ട ഭസ്മമൊക്കെ അവിടെ സപ്ലൈ ഉള്ളതല്ലേ? ഭസ്മൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഇവിടെയെല്ലാം, ഇവിടുത്തെ പള്ളിയിലെല്ലാം പിന്നെ കഴിഞ്ഞ വർഷത്തെ ഓല എടുത്ത് ചീവി കത്തിച്ച് പൊടിയാക്കി കഴിച്ചിട്ടാണ് എടുത്തത്. അത് വളരെ നല്ല കാര്യം. അത് പണ്ടേ ഉള്ള രീതിയാണത്. നമ്മളങ്ങനെ ചെയ്യുന്നേ. നമ്മുടെ പാരമ്പര്യത്തില്. പക്ഷെ പലയിടത്തും എളുപ്പത്തിന് ഇപ്പൊ ആരും അങ്ങനെ കഷ്ടപ്പെടാൻ നിൽക്കുകയല്ലോ. ഒരു എളുപ്പത്തിന് കടയിൽ പോകും, ഭസ്മപ്പൊടി വാങ്ങും, പതിനീര് കളിക്കും. സിസ്റ്റർ പറഞ്ഞത് എളുപ്പത്തിന് എന്തൊക്കെ ചെയ്യുന്ന? എളുപ്പത്തിന് ഇപ്പൊ എന്താണ്ട് പൊടി വാങ്ങിയിട്ട് വേണ്ട ചെയ്യല്ലേ. കടകളിൽ കിട്ടുന്ന ഭസ്മം വാങ്ങിയിട്ട് പനീറും പിന്നെ അവിടെ വെച്ച് അല്പം ഓല കൊണ്ട് അല്പം കത്തിച്ച് കാണിച്ചിട്ട് അതിനകത്ത് ചേർക്കുന്നു, അങ്ങനെയുള്ള. അപ്പൊ അങ്ങനെ കിട്ടുന്ന പൊടി ഈ സാധാരണ പൂജാ സ്റ്റോറുകളിലാണ് കിട്ടാറുള്ളത്. നമ്മുടെ കത്തോലിക്ക പയസ് ആർട്ടിക്കിൾസ് വിൽക്കുന്ന കടകളിൽ കിട്ടുന്ന കടകളുണ്ടോന്ന് എനിക്ക് അറിയില്ല. ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല അങ്ങനെ. ഓക്കെ, താങ്ക് യു. കേട്ടല്ലോ. ഇനി വേറൊരു ഗവൺമെന്റിൽ മറ്റൊരു സിസ്റ്ററോട് ഞാൻ ചോദിച്ചത് കേൾക്കുക. എന്നാൽ ചിലയിടത്തൊക്കെ ഗവൺമെന്റിലും തിരക്ക്, എല്ലാരും ഒക്കുപേഡ് അല്ലേ, വെറുതെ ഇതിപ്പോ എന്നാന്നറിയാവോ, ഈ പിന്നെ സ്റ്റാളുകൾ മേടിക്കുന്നത് പറഞ്ഞ ഭസ്മം മേടിച്ചിട്ട് അതില് ഓല കരിച്ച് അന്നേരം വെഞ്ചരിക്കുക ചെയ്യുന്നേ. ഈ ഭസ്മം മേടിക്കാൻ കിട്ടുന്നവരുണ്ട്. അത് നിങ്ങൾ ഇവിടുന്നൊക്കെ മേടിച്ചേക്കുന്നേ?
ഞങ്ങള് കരിച്ച് ഉണ്ടാക്കുക ചെയ്യുന്നത്. അപ്പൊ സിസ്റ്റർ ഇത് കടകളിൽ കിട്ടുന്നത് പറഞ്ഞത് പൂജാ സ്റ്റോറുകളിലല്ലേ? പൂജാ ഞാൻ എവിടെയും കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ ഭസ്മം മേടിച്ചിട്ട് ചെയ്യുന്നെന്ന്. അതായത് കുർത്താല സൂക്ഷിച്ച് വെക്കാത്തടത്തെ സ്ഥലങ്ങളിൽ. അപ്പം പൂജാ സ്റ്റോറിലല്ലേ കിട്ടുള്ളൂ, അല്ലാണ്ട് നമ്മുടെ ഒന്നും കടകളില് കൊടുക്കുന്നതായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. അവിടെയും അവർ തന്നെ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ഇങ്ങനെ വിൽപ്പനയ്ക്കുണ്ടെന്ന് മനസ്സിലായില്ലേ? ചിലടത്ത് ഇത് മാത്രമല്ല, ഭസ്മത്തിന് പകരം കളഭം ഉപയോഗിക്കുന്നു. കേരളത്തിന് പുറത്താണ് അധികവും കളഭം ഉപയോഗിക്കുന്നത് കാണുന്നത്. ഭസ്മമോ കളഭമോ ആണ് പൊതുവെ പള്ളിയിൽ വാങ്ങാറുള്ളതെങ്കിൽ നിങ്ങൾ അതിന് വരിയാൻ നിന്ന് കൊടുക്കേണ്ടതില്ല എന്ന് മാത്രം. ഈ കളഭമായാലും പൂജാസ്റ്റോറുകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഭസ്മമായാലും ക്രൈസ്തവ വിശ്വാസികളുടെ മേൽ അതൊരു തിന്മയുടെ സ്വാധീനം വരുത്തി വെക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ഇതിനെ മൊത്തത്തിൽ സഭയെ വിമർശിക്കുകയല്ല, മെത്രാന്മാരെയോ അച്ഛന്മാരെയോ വിമർശിക്കാൻ കിട്ടുന്ന അവസരമെല്ലാം ഉപയോഗപ്പെടുത്തുന്നു വിചാരിക്കരുത്, മൊത്തം ആക്ഷേപിക്കുകയല്ല. ചില അച്ഛന്മാർക്ക് ഈ കാര്യത്തിൽ അശ്രദ്ധയുണ്ടാകുന്നു. അതുവഴി ഉണ്ടാകുന്ന തിന്മയുടെ സ്വാധീനം തിരിച്ചറിയാനാവാത്തത് കൊണ്ട്, ബോധപൂർവം ചെയ്യുന്നതല്ല, തിരിച്ചറിയാനാവാത്തത് കൊണ്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് വിശ്വാസികൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൂജാ സ്റ്റോറുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഭസ്മം എങ്ങനെ നിർമ്മിക്കുന്നു, അതിൽ എത്രമാത്രം ദേവന്മാരുടെയുമൊക്കെ സ്വാധീനമുണ്ട് എന്ന് വ്യക്തമായി അറിയാൻ ഞാൻ പല സെർച്ചിങ് നടത്തിയിരുന്നു. ഗൂഗിൾ ജെമിനി സെർച്ചിങ്, ചാറ്റ് GPT സെർച്ചിങ്, ഇങ്ങനെ പലതരത്തിലുള്ള സെർച്ചിങ് നടത്തിയിരുന്നു. ആ സെർച്ചിങ്ങിൻ്റെ റിസൾട്ട് ഞാൻ വായിച്ച് കേൾപ്പിക്കാം, നിങ്ങളൊന്ന് ശ്രദ്ധാപൂർവ്വം അത് കേൾക്കണം. വിവിധ ആശ്രമങ്ങളിൽ നിന്നും മഠങ്ങളിൽ നിന്നും പുറത്തിറങ്ങുന്ന ഭസ്മങ്ങൾ തമ്മിൽ ഗുണമേന്മയിലും നിർമ്മാണ രീതിയിലും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇത് കേവലം വിപണിയിലെ ബ്രാൻഡുകൾ തമ്മിലുള്ള വ്യത്യാസമല്ല, മറിച്ച് അവയുടെ നിർമ്മാണത്തിന് പിന്നിലെ ആത്മീയവും ശാസ്ത്രീയവുമായ പ്രക്രിയകളുടെ ഫലമാണ്. പ്രധാനമായും താഴെ പറയുന്ന കാര്യങ്ങളിലാണ് ഈ വ്യത്യാസങ്ങൾ പ്രകടമാകുന്നത്. ആശ്രമങ്ങളിലെ ഭസ്മം മിക്ക പ്രശസ്തമായ മഠങ്ങളിലും സ്വന്തം ഗോശാലകളിലെ പശുക്കളുടെ ചാണകം (വരളി) ആണ് ഉപയോഗിക്കുന്നത്. നിർമ്മാണ പ്രക്രിയ ശിവരാത്രി വിഭൂതി. യഥാർത്ഥ ഭസ്മം നിർമ്മിക്കുന്നത് വിധിപ്രകാരമാണ്. പല മഠങ്ങളിലും ശിവരാത്രി നാളിലാണ് ഭസ്മം തയ്യാറാക്കുന്നത്. ഇതിനെ വിധി വിഭൂതി എന്ന് വിളിക്കുന്നു. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഹോമകുണ്ടങ്ങളിലെ കനലിൽ വെണ്ണീറായ ശേഷമാണ് ഇവ ശേഖരിക്കുന്നത്. ഇത് നിർമ്മിക്കുന്ന സമയത്ത് ചൊല്ലുന്ന മന്ത്രങ്ങളുടെ സ്പന്ദനങ്ങൾ ആ ചാരത്തിൽ അടങ്ങിയിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഓരോ ആശ്രമത്തിലും അവരുടേതായ പ്രത്യേക ഫോർമുല ഉണ്ടാകാം. ഇഷ പോലുള്ള ഇടങ്ങളിൽ ഭസ്മം ഊർജ്ജസ്വലമാക്കാൻ ചില പ്രക്രിയകൾ തന്നെ നടത്താറുണ്ട്. എന്തൊക്കെ പ്രക്രിയകളാണ്? ധ്യാനലിംഗത്തിൻ്റെ സാന്നിധ്യത്തിൽ നിശ്ചിത സമയം വെച്ച് ഊർജ്ജസ്വലമാക്കിയ ശേഷമാണ് ഇത് വിതരണം ചെയ്യുന്നത്. അപ്പോൾ നാം നെറ്റിൽ തൂക്കുന്ന ഭസ്മം ധ്യാനലിംഗത്തിൻ്റെ സാന്നിധ്യത്തിൽ നിശ്ചിത സമയം വെച്ച് ശക്തി കൂട്ടിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു പൊടിയല്ല, മറിച്ച് ഊർജം ആഗിരണം ചെയ്യാനുള്ള ഒരു മാധ്യമമാണെന്ന് അവർ അവകാശപ്പെടുന്നു. നിർമ്മാണം ശബരിമലയിൽ വലിയ രീതിയിൽ നടക്കുന്ന ആഴിപൂജയിൽ നിന്നും ലഭിക്കുന്ന ഭസ്മത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകത: ശബരിഗിരി എന്ന പേരിൽ വിപണിയിൽ ലഭിക്കുന്ന ഭസ്മങ്ങൾ മിക്കവാറും പാരമ്പര്യ രീതിയിൽ പശുവിൻ ചാണകവും ഉണക്കി ഹോമാഗ്നിയിൽ ദഹിപ്പിച്ചുണ്ടാക്കുന്നവയാണ്. പൂജാ സ്റ്റോറുകളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ബ്രാൻഡുകളിൽ ഒന്നാണിത്. ഏറ്റവും അധികം വിറ്റഴിക്കുന്ന ബ്രാൻഡുകളിൽ ഒന്നാണ്. നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും കൂടുതലും കിട്ടുക. ചുരുക്കത്തിൽ, സുഗന്ധവും ഔഷധഗുണവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പഴനി ഭസ്മം മികച്ചതാണ്. എന്നാൽ ധ്യാനത്തിനും ഊർജ്ജപരമായ കാര്യങ്ങൾക്കുമാണെങ്കിൽ അഭിഷേകം കൂടുതൽ കിട്ടണമെങ്കിൽ അതിന് ഇഷ വിഭൂതി തിരഞ്ഞെടുക്കാം. ലളിതമായ പൂജകൾക്കും നിത്യേനയുള്ള ഉപയോഗത്തിനും ശബരി പോലെ വിശ്വസനീയമായ ബ്രാൻഡുകൾ മതിയാകും. അവിടെ വളരെ വിശ്വസനീയമാണ്. അതുകൊണ്ടായിരിക്കാം പള്ളികളിലേക്കും കപ്പ്യാർ പോയി വാങ്ങുന്നത്. ഇനി മറ്റൊരു സെർച്ചിങ് കാണാം. ആത്മീയമായ വശങ്ങൾ. ആത്മീയമായി ഭസ്മത്തിന് ഫലം ലഭിക്കണമെങ്കിൽ അത് മന്ത്രപരിസരം നിർമ്മിക്കണം എന്നാണ് വിശ്വാസം. ഊർജം. സ്വാമിമാരോ യോഗികളോ ഉള്ള ആശ്രമങ്ങളിൽ ഭസ്മം നിർമ്മിക്കുമ്പോൾ അതിൽ അവരുടെ തപശക്തിയും പ്രാർത്ഥനയും അടങ്ങിയിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിശുദ്ധരുടെ പ്രാർത്ഥനകളുടെ സ്വാധീനമല്ല, നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമായി ജീവിക്കുന്നവരുടെ തപശക്തിയും പ്രാർത്ഥനയും അടങ്ങിയിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് സ്വീകാര്യമാണോ എന്നത് ശ്രദ്ധിക്കേണ്ടത്. ശിവഭക്തിയുമായും ശിവരാത്രിയുമായും ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന പവിത്രമായ ഭസ്മത്തെയാണ് സാധാരണയായി വിഭൂതി എന്ന് വിളിക്കുന്നത്. ഭസ്മം എന്നത് ഒരു പൊതുവായ വാക്കാണെങ്കിലും ശിവഭക്തിയുടെ ആത്മീയമായ ചിട്ടകളോടെ തയ്യാറാക്കുമ്പോൾ അത് വിഭൂതിയായി മാറുന്നു. നിർമ്മാണ രീതി. മഹാശിവരാത്രി ദിവസങ്ങളിൽ പരമ്പരാഗതമായ രീതിയിൽ വിഭൂതി തയ്യാറാക്കാറുണ്ട്. മന്ത്രപരിസരം. ശിവരാത്രി ദിവസം രാവിലെ വിരജാഹോമം നടത്തി ആ അഗ്നിയിൽ നിന്നാണ് ഈ വിഭൂതി കത്തിക്കുന്നത്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ പ്രക്രിയയിൽ വേദമന്ത്രങ്ങളും ശിവസ്തുതികളും ഉരുവിടാറുണ്ട്. ചുരുക്കത്തിൽ, ശിവരാത്രി നാളിൽ ഹോമാഗ്നിയിൽ മന്ത്രജപത്തോടെ വേവിച്ചെടുക്കുന്ന ഭസ്മമാണ് ഏറ്റവും പരിശുദ്ധമായ വിഭൂതിയായി കണക്കാക്കപ്പെടുന്നത്. കത്തോലിക്ക സഭ ഉദ്ദേശിക്കുന്നത് ചാരം പൂശുക എന്നതാണ്.
അതിനെ നമ്മൾ ചാരത്തിരുന്നാളെന്നോ ചാരബുധനെന്നോ പറയാതെ വിഭൂതി ബുധനെന്ന് വിഭൂതി തിരുനാളെന്നും പറയുമ്പോൾ അത് ഹൈന്ദവമാക്കുക മാത്രമല്ല ഹൈന്ദവ ത്രിമൂർത്തികളിൽ പ്രമുഖനായ ദേവന്റെ നാമത്തിൽ ആഘോഷിക്കുകയും ചെയ്യുന്നു. ഇനി പള്ളികളിൽ തന്നെ നാം കുരുത്തോല കത്തിച്ച് ഇത് ഉണ്ടാക്കിയാൽ പോലും അന്ന് ആ വിഭൂതി തിരുനാളിൻ്റെ ഭാഗമായി എന്ന് പറയുമ്പോൾ തന്നെ അത് ആ ദേവന്റെ വിഷയമായി മാറുന്നു. അത്രമാത്രം ഒരു തിന്മയുടെ സ്വാധീനം അവിടെ വരുന്നു എന്ന യാഥാർത്ഥ്യം മറക്കരുത്. അതോടൊപ്പം പൂജാ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ശരിയായ വിഭൂതി തന്നെ പൂശുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിപത്ത് എത്ര വലുതാണെന്ന് ആലോചിച്ച് നോക്കണം. അടുത്ത മറ്റൊരു സെർച്ചിങ്ങിൽ കിട്ടിയത് വായിക്കാം. ഭസ്മത്തിൻ്റെ പ്രധാന തരങ്ങൾ. ഒന്ന്, ക്ഷേത്രത്തിൽ തയ്യാറാക്കുന്നത് ആഗമശാസ്ത്ര രീതിയിൽ. ഗോവളം ഉണക്കി നിർദ്ദിഷ്ട മന്ത്രങ്ങളോടെ ചുട്ട് ചിലപ്പോൾ ഹോമകുണ്ഡത്തിലെ വിശുദ്ധ അഗ്നിയിൽ നിന്നുള്ള ചാരം നിർദ്ദിഷ്ട ആചാരങ്ങൾ പാലിച്ചാണ് തയ്യാറാക്കുന്നത്. ശൈവക്ഷേത്രങ്ങളിൽ കിട്ടുന്ന വിഭൂതി ഇതാണ്: ഹോമയജ്ഞ ചാരം. ഹോമത്തിൽ ഉപയോഗിക്കുന്ന സമിത്, നെയ്യ്, ഔഷധ സസ്യങ്ങൾ എന്നിവ ചുട്ട് കിട്ടുന്ന ചാരം. പ്രത്യേക പൂജകളുടെ ഭാഗമായത്. ഇത് ചിലർ കൂടുതൽ ശക്തിയുള്ളതാണെന്ന് വിശ്വസിക്കുന്നു. അത് മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്, കൂടുതൽ ശക്തിയുള്ളവയും. ഇത് വേർതിരിച്ചറിയാതെ കിട്ടുന്ന ഭസ്മം കൊണ്ടല്ലേ പോകുന്നത് പള്ളിയിലേക്ക്. അടുത്ത മറ്റൊരു സെർച്ചിങ്ങിൽ വന്നത് ഇഷ വിഭൂതി, ഇഷ ലൈഫ് സദ്ഗുരു. ഇഷ ഫൗണ്ടേഷനിൽ നിന്നുള്ള ഭസ്മം ആത്മീയമായ ഒരു ഉപകരണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നിർമ്മാണം. ഇവർ വിഭൂതി നിർമ്മിക്കുന്നത് പ്രധാനമായും പശുവിൻ ചാണകത്തിൽ നിന്നാണ്. എന്നാൽ ഇതിനെ ശക്തമാക്കാൻ ചില പ്രത്യേക പ്രക്രിയകൾ ചെയ്യുന്നു. വളരെ ശക്തമാക്കാനാണ് നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ ചേരുവയൊക്കെ ചേർത്ത് പശുമൂത്രവും പശുവിൻ ചാണകവും ഒക്കെ ഹോമാഗ്നിയിൽ ദഹിപ്പിച്ച് മന്ത്രോച്ചാരണത്തിലൂടെ ശക്തി പകർന്ന ഒരു പദാർത്ഥം നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. അത് സ്വീകരിച്ച് നെഗറ്റീവ് എനർജി, അതായത് അശുദ്ധാരൂപിയെ, ആ ദേവനെ അറിയാതെയെങ്കിലും കയറ്റിയവർ, കടുത്ത ഒന്നാം പ്രമാണ ലംഘനം നടത്തിയവർ, ഇത് കുമ്പസാരിച്ചാൽ ഈ ദേവശക്തി വിട്ടുമാറുമോ അതോ ബഹിഷ്കരണ പ്രാർത്ഥന വഴിയേ മാറുകയുള്ളോ എന്നത് മറ്റൊരു വിഷയം. അതുകൊണ്ട് വിഭൂതിക്ക് പള്ളിയിൽ പോകുമ്പോൾ ആരും കുരിശ് വരയ്ക്കാൻ നിന്നു കൊടുക്കരുത് എന്നല്ല ഉദ്ദേശിക്കുന്നത്. വിവേകപൂർവമായ ഒരു ശ്രദ്ധ നിങ്ങളുടെ മേലെ വരാനിടയുള്ള ഒരു ദുഷ്ടസ്വാധീനം ഒഴിവാക്കും എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി മറ്റൊരു മതവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളും മന്ത്രോച്ചാരണങ്ങളും ഒക്കെ ചെയ്ത നമുക്ക് അതുവഴിയുള്ള തിന്മയുടെ സ്വാധീനം, ദേവന്മാരുടെ സ്വാധീനമൊക്കെ വന്ന ഒരു വസ്തു സാധാരണ വെഞ്ചരിപ്പ് കൊണ്ട് വിശദീകരിക്കപ്പെടില്ല എന്ന് മനസ്സിലാക്കണം. അത്തരം സ്വാധീനമുള്ളവ പ്രത്യേക ബഹിഷ്കരണ പ്രവർത്തനമൊക്കെ ചെയ്യാണ് സാധാരണ കൈകാര്യം ചെയ്യേണ്ടത്. ഈ വിഭൂതി വിഷയം മറ്റാരും പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇത്രമാത്രം ഞാൻ വിശദീകരിച്ച് പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾക്ക് ബോധ്യമായത്? എങ്കിൽ ഇതുപോലെ പല വിഷയങ്ങളുണ്ട്. വിശുദ്ധ കുർബാനയ്ക്ക് ഒരു ദിവസം പോലും മുടങ്ങാതെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ, കടപ്പെട്ട ദിവസങ്ങളിൽ ഞായറാഴ്ചയും കുർബാന മുടങ്ങുമെന്നായാൽ പോലും ചില പള്ളികളിൽ കയറില്ല, ചിലയിടങ്ങളിലെ വിശുദ്ധ കുർബാന സ്വീകരിക്കില്ല. കേരളത്തിൽ പല ജില്ലകളിലുമുള്ള അത്തരം ചില പള്ളികളിലെ വിശുദ്ധ കുർബാന പൈശാചികമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ കാര്യം തെളിയിച്ചതുപോലെ ആ വിഷയവും ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. ബൈബിൾ വാക്യങ്ങൾ നമുക്ക് ജീവന്റെ വചനമാണ്. എന്നാൽ ചിലതരം ബൈബിൾ നാശകരമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. വളരെയേറെ നശിച്ച് തകർന്നടിഞ്ഞ ചില വ്യക്തികളും കുടുംബങ്ങളും ചിലതരം ബൈബിൾ കത്തിച്ചു കളയാൻ ഞാൻ പറഞ്ഞപ്പോൾ അത് കത്തിച്ചു കളഞ്ഞതോടെയാണ് രക്ഷപ്പെട്ടത്. അതെ, ഈ കാര്യം വിശദീകരിച്ചതുപോലെ അത്തരം ബൈബിളിനെക്കുറിച്ചും ഞാൻ വിശദീകരിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കത് ലഭിച്ചേക്കാം. നോമ്പെടുക്കുന്നതിനും പ്രത്യേകമായ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യുന്നതിനും നമ്മുടെ ഭാഗത്തു നിന്നുമുള്ള സന്നദ്ധതയും തയ്യാറെടുപ്പും എന്തുതന്നെ ആയാലും അതിനേക്കാൾ ഉപരിയായ ദൈവാനുഗ്രഹം അതിനുവേണ്ടി ലഭിക്കുന്നതിന് വേണ്ടിയാണ് നാം ഈ ചാരം പൂശുന്നതൊക്കെ. ഇതിൻ്റെ പഴയ നിയമ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 8-ാം നൂറ്റാണ്ടിൽ പരസ്യ പ്രായശ്ചിത്തം ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ മേൽ ചാരം വിതറുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതൊരു 10-ാം നൂറ്റാണ്ടോടുകൂടി സാർവത്രികമായി അതൊരു ആചാരമായി മാറുകയും ചെയ്തു. ഇന്ന് നോമ്പെടുക്കാനോ പ്രായശ്ചിത്ത പ്രവൃത്തികൾ ചെയ്യാനോ ആഗ്രഹിക്കാത്തവരും ഈ ചാരം പൂശലിന് വിധേയമാകുന്നുണ്ട്. അത് ഒരു പതിവ് രീതിയായി തുടരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇരിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ സമീപത്തുള്ള നിങ്ങളുടെ പള്ളിയിലെ കപ്പ്യാരോട് ചോദിക്കണം. പക്ഷേ ഇതൊന്നും മനഃപൂർവ്വം വരുത്തി വെക്കുന്നതല്ല, എളുപ്പത്തിന് വേണ്ടി പോകുന്നതാണ്. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ അച്ഛന്മാരുടെ പുറത്ത് കുതിര കയറാൻ നിൽക്കേണ്ട. കപ്പ്യാരോട് നിങ്ങൾ അന്വേഷിച്ചിട്ട് പൂജാ സ്റ്റോറുകളിൽ നിന്നോ കത്തോലിക്ക ഭക്തവസ്തുക്കൾ വിൽക്കുന്ന കടകളിൽ നിന്നോ വാങ്ങിയാലും അത് വേണ്ട, നമുക്കവിടെ നിർമ്മിക്കണമെന്ന് പറയണം. കപ്പ്യാർക്ക് അസൗകര്യമാണോ? കമ്മിറ്റിക്കാരോ കൈക്കാരന്മാരോ ഗവൺമെൻറ്റിലുള്ളവരോ ആരെങ്കിലുമൊക്കെ മുൻകൈ എടുത്താൽ അതൊക്കെ നിർമ്മിച്ച് എത്തിക്കാൻ കഴിയും പള്ളിയിൽ. അങ്ങനെയൊക്കെ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും പരമാവധി സംരക്ഷിക്കപ്പെടണം എന്നൊരു ദൃഢനിശ്ചയം നമുക്കുണ്ടാവണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.